ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 10 മാസങ്ങൾക്ക് ശേഷം റെഡ്മി വീണ്ടും ഒരു ഇയർബഡുമായിട്ട് എത്തിയിരിക്കുകയാണ്. ബഡ്സ് 3 ലൈറ്റ് 1499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് നമുക്കിതിപ്പോൾ ആമസോണിൽ വാങ്ങിക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ 1500 രൂപയ്ക്ക് ഉള്ളിൽ നമ്മളൊരു ഇയർബഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ റെഡ്മി ബഡ്സ് 3 ലൈറ്റ് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് റെഡ്മി ബഡ്സ് 3 ലൈറ്റ് ആണ്. കൂടാതെ സ്ലീക്ക് ആൻഡ് സ്റ്റൈൽ ഡിസൈൻ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. എംഐയുടെ ലോഗോ ഉണ്ട്. കൂടാതെ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞില്ല. അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. പിറകിൽ നോക്കുകയാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ജൂൺ 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എത്തിക്കുന്നത് 2990 രൂപയാണ്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ 1499 രൂപയ്ക്കാണ് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുക. ഒരൊറ്റ കളറിൽ മാത്രമേ ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, അത് ബ്ലാക്ക് കളർ. വേറെ ഒരു കളർ നിങ്ങൾക്കൊരു ഓപ്ഷൻ ആയിട്ട് ഇല്ല. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ വെറൈറ്റി ആയിട്ടൊരു കവറിൽ ഞാൻ അൺബോക്സ് ചെയ്യൽ ആദ്യമായിട്ടാണ് ഇതുപോലെ എന്തായാലും കാണുന്നത്. ഇയർ ഹുക്ക് ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയർ ടിപ്പുകൾ ഉണ്ടോ, സൈസ് ലാർജും സ്മോളും ഒക്കെ തന്നെ എക്സ്ട്രാ അങ്ങോട്ട് മാറ്റി വെച്ചേക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് സൈസാണോ അത് എടുത്തിട്ട് ബാക്കി അതുപോലെ അങ്ങോട്ട് വെച്ചേക്കാന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് അവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഒരു യൂസർ ഗൈഡ് നമുക്ക് കൂടെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇൻഫോ കാർഡും ഉണ്ട്. ഇതിലെന്തായാലും മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ ഡേറ്റ കേബിൾ ആണ്. ഡേറ്റ കേബിൾ എന്തായാലും ഇല്ല കേട്ടോ, നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡ്സ് 3 ലൈറ്റ്. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു മാറ്റ് ഫിനിഷ്ഡ് ആൻഡ് ലൈറ്റ് വെയിറ്റ് കോമ്പാക്ട് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൈയുടെ ഉള്ളിൽ കണ്ട അങ്ങ് ഒതുങ്ങിയിരിക്കും, അത്രയ്ക്കും കോമ്പാക്റ്റ് ആണ്. കൂടാതെ മാറ്റ് ഫിനിഷ്ഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകേണ്ട ചാൻസസ് വളരെ കുറവാണ്. ഏറ്റവും മുന്നിലായിട്ട് ഒരു LED ഇൻഡിക്കേറ്ററും അടിയിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും പിറകിൽ റെഡ്മി ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇല്ല. അതായത് ഓവറോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് നമുക്കിത് കാണുമ്പോൾ തന്നെ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 315 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 18 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. 2.5 hours വേണം 100% ചാർജ് ആകാനായിട്ട്. അതുപോലെ തന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 100 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇതൊക്കെ തന്നെ നമ്മളൊരു 50-60% കേട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു കമ്പനി പറയുന്ന അത്രയും ടോട്ടൽ പ്ലേ ടൈം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന് കുറഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. ഇനി കേസിന്റെ ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോഴേ ഭയങ്കര രസമുണ്ട്. അതായത് ഭയങ്കര സ്ട്രോങ് ആണ്, പ്രീമിയം ബിൽഡ് ക്വാളിറ്റി പോലാണ് ആക്ച്വലി എനിക്ക് ഒരു ലിഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. ഇൻ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണാൽ പോലും ലിഡ് ഓപ്പൺ ആയിട്ട് ഇയർബഡുകൾ പുറത്തേക്ക് പോകുന്നുള്ളൊരു സംശയമേ നിങ്ങൾ വെക്കേണ്ട, അത്രയ്ക്കും നല്ല സ്ട്രോങ് തന്നെയാണ്. എന്നാൽ ഈ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ള ഇപ്പൊ നമ്മൾ കാണുന്ന ഇയർബഡുകളിൽ പോലെ ആ ഒരു ഓൾറെഡി പെയർ ചെയ്തിരിക്കുന്ന ഡിവൈസിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ചെയ്ത ഒരു ഓപ്ഷൻ ഇല്ല. അതായത് ഹൈപ്പർ സിങ്ക് ടെക്നോളജി, ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി പോലെ ഇതിനകത്തില്ല. നമ്മൾ ഇയർബഡുകൾ ഇങ്ങനെ കേസിൽ നിന്ന് ഊരി എടുത്താൽ മാത്രമേ റീകണക്ട് ആവത്തുള്ളൂ. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു യുണീക് ഡിസൈൻ ആണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിറകിൽ പക്ഷേ നമ്മുടെ റിയൽമി ബഡ്സ് Q2S ഗോപോഡ്സ് നിയോ ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഡിസൈൻ ആണ്. അതായത് ഒരു ഗ്ലോസി ആൻഡ് ഗ്ലാസ് ഫിനിഷ്ഡ് ഡിസൈൻ, നല്ല രസമുണ്ട് ഇതിൽ കാണാനായിട്ട്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. കൂടാതെ ഹുക്ക് ഉണ്ട്. അതുപോലെ തന്നെ 6mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ അപ്രോക്സ് ഒരു 4 grams മാത്രമാണ് ഈ ഒരു ഇയർബഡുകളുടെ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വെയിറ്റ് ഒന്നും നമ്മളെ ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് ഫീൽ ചെയ്യത്തില്ല. കൂടാതെ 36 mAh ആണ് ഓരോ ഇയർബഡുകളുള്ള ബാറ്ററി കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ അപ് ടു 5 hours സിംഗിൾ ചാർജിൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. 1.5 hours ആണ് ചാർജിങ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത് അപ് ടു 5 hours എന്ന് പറയുന്നത് 50% അല്ലെങ്കിൽ 60% ഇട്ട് കേട്ടാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അതർവൈസ് ഉറപ്പായിട്ടും ഇത് 3 അല്ലെങ്കിൽ ഒരു 3.5 പോകാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി നമ്മുടെ ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ഇയർബഡുകളുടെ ആ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് ആക്ച്വലി ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് നമ്മൾ എവിടെ ചെയ്താലും ഒന്നും തന്നെ വർക്ക് ആവത്തില്ല. അതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻ കേസ് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എങ്ങാനും കൈ തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കോൾ കട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് എങ്ങാനും ഒന്ന് കൈ തട്ടി കഴിഞ്ഞാൽ പോസ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ എന്തായാലും ആ ഒരു സംഭവമേ വരത്തില്ല. കൂടാതെ ഡബിൾ ടാപ്പ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കാണ് പോകുന്നത്. അത് നമ്മൾ വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുവാണെങ്കിൽ അതുപോലെ തന്നെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. ഇനി മ്യൂസിക് പ്ലേയും പോസും ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യണം. അത് ഏതിലാണെങ്കിലും ഇടതിലാണെങ്കിലും വലതിലാണെങ്കിലും അത് തന്നെയാണ് ചെയ്യേണ്ടത്. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ലോ ലേറ്റൻസി മോഡ് ഉണ്ട്.
രണ്ടെണ്ണത്തിലും ഒരുമിച്ച് അറ്റ് എ ടൈം ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോ ലേറ്റൻസി മോഡ് ഓൺ ആവുന്നതാണ്. കൂടാതെ അതുപോലെ തന്നെ നമ്മൾ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുന്നതാണ്. ചെറിയൊരു സൗണ്ട് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നത് ഓണും ഓഫ് ആവുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് ഓൺ ആയി അല്ലെങ്കിൽ ഇത് ഓഫ് ആയി എന്നുള്ളത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓഫ് ആക്കണമെങ്കിൽ ലോ ലേറ്റൻസി മോഡ് ഓൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ മറന്നുപോയെങ്കിൽ പോലും കേസിലേക്ക് അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഓഫ് ആവുന്നതാണ്. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഇയർ ഹൂക്കും കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങോട്ട് ഇരിക്കും. പിന്നെ എത്ര ഇട്ട് തല ഉലിക്കാലും അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഓടിയാലും ചാടിയാലും തന്നെ ഇത് അങ്ങോട്ട് ചെവിയിൽ നിന്ന് ഊരിപ്പോകേണ്ട ചാൻസസ് വളരെ കുറവാണ്. കൂടാതെ പാസീവ് നോയിസ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. സോ നമ്മൾ അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് ഒരാൾ സംസാരിക്കുക അല്ലെങ്കിൽ മൂവീസ് കാണുക, പാട്ട് കേൾക്കുന്നെങ്കിൽ പോലും ഭയങ്കര വലിയ ഡിസ്റ്റർബൻസ് നമുക്ക് അവിടെ നിന്ന് ഉണ്ടാവാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഓവറോൾ ആ ഒരു വെയറിംഗ് കംഫർട്ട് എത്ര നേരം തന്നെ നമുക്കിത് വെച്ചുകൊണ്ടിരിക്കാമെന്നുള്ളത് നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ മാക്സിമം അപ് ടു 5 hours ആണ് സിംഗിൾ ചാർജിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 5 മണിക്കൂറൊക്കെ നമുക്ക് വെക്കുന്നതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റെഡ്മി ബഡ്സ് 3 ലൈറ്റിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ആണ്. ELC വിത്ത് ഡ്യുവൽ മൈക്ക് ആണ്. അതായത് ഓരോ ഇയർബഡുകളിലും ഓരോ മൈക്ക് വീതം മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു സമയത്ത് ഞാൻ നോർമലി ഇൻറ്റോറിനകത്ത് നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം നിങ്ങൾക്ക് ആ ഒരു മൈക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇതാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്ക് കേൾക്കുന്ന ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത്. കോളിംഗ് പർപ്പസിന് റെഡ്മി ബഡ്സ് 3 ലൈറ്റ് വാങ്ങിച്ച അത് വർത്ത് ബൈങ് ആകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ഈ ഒരു മൈക്ക് ക്വാളിറ്റി ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് വിളിച്ചിട്ട് ആ ഒരു കോൾ റെക്കോർഡ് അങ്ങോട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോഴും കേൾക്കുന്നത് ഇൻഡോറിനകത്ത്. പിന്നെ ഔട്ട്ഡോറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് 1500 രൂപ കൊടുത്തിട്ട് നമ്മൾ ഡിസോയിലെ പോലെ SBC കോഡൊക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 100% പാട്ട് കേൾക്കുന്ന ഒരാളാണ്, അതായത് ഭയങ്കര എൻഹാൻസ്ഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ബേസ് ഒക്കെ ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഡിസപ്പോയിന്റഡ് ആകും. കാരണം ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നിങ്ങൾക്കൊരു 60, 70, 80 വരെ നമുക്ക് മാക്സിമം 80 90 വരെ നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷൻ ഒന്നും ഫീൽ ചെയ്തില്ല ഈ ഒരു SBC കോഡൊക്കെ ആണെങ്കിൽ പോലും. എനിക്ക് വീണ്ടും പറയാനുള്ളത് 100% നമ്മൾ ഇടുമ്പോഴത്തേക്ക് ആ ഒരു ഡിസ്ട്രാക്ഷൻസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ പാട്ടുകളിലും ഇല്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് ആ ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളിൽ നല്ല രീതിക്ക് അത് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങൾ വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടുകളാണ് ഇഷ്ടപ്പെടുന്നത്, അതായത് വോക്കൽ ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണുമൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനാണ് ഈ ഒരു റെഡ്മി ബഡ്സ് 3 ലൈറ്റ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പല ടൈപ്പിലുള്ള പാട്ടുകൾ, പല ലാംഗ്വേജിലുള്ള പാട്ടുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ച് വോക്കൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്ത് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ നല്ല ബേസ് കിട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും ആ ഒരു ഭയങ്കര ഇല്ല മണ്ടക്കിട്ട് ഇടിക്കുന്ന പോലത്തെ ഒരു ബേസ് ഇല്ല, അതായത് ബോട്ടിലൊക്കെ കിട്ടുന്ന പോലെ ഒരു ബേസ് ഇല്ല. എന്നാൽ ബേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കേൾക്കുമ്പോഴും ബേസ് ഡോമിനേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഡോമിനേറ്റഡ് ആണ്, പക്ഷെ ഭയങ്കര ഡോമിനേറ്റഡ് ആയിട്ടില്ല. കുറെ കൂട്ടുകാർ പറയുന്നതാണ് ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര ബേസ് വേണം, നല്ല ഇട്ടി വേണം എന്നുള്ളവർ പറയുന്നവർക്ക് ഉറപ്പായിട്ടും ഇത് സ്യൂട്ട് ആവത്തില്ല. അതർവൈസ് ബേസ് അത്യാവശ്യം മതി. എന്താ പറയുക, പാട്ടിൽ ഇട്ടടിക്കുന്ന പോലെ ഒരു ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്, അതായത് ബേസ് ഒട്ടും ഇല്ലാത്ത പോലെയല്ല, ബേസ് ഉണ്ട്, അത്യാവശ്യം നല്ല വർത്ത് ആയിട്ടുള്ള ബേസ് ആണ്, നല്ല റിച്ച് ആയിട്ടുള്ള ബേസും ആണ്. സോ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം, ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ വോക്കൽ ലവർ ആണെങ്കിൽ മെലോഡിയസ് സോങ്സ് കേൾക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും ഈ ഒരു റെഡ്മി ബഡ്സ് 3 ലൈറ്റിലേക്ക് പോകുന്നതിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. കൂടാതെ IP54 ഒരു ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. നമുക്ക് ഇവിടെ ഇവരുടെ ആ ഒരു ആമസോണിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവരുടെ യൂസർ മാനുവലിൽ കൊടുത്തിരിക്കുന്നത് IPX4 ആണ്. ഏതാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നില്ല. എന്തായാലും യൂസർ ഗൈഡിൽ അങ്ങനെ തെറ്റിച്ച് കൊടുക്കാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. സോ IPX4 ആയിരിക്കാം. IPX4ഉം എന്താ പറയുക IP54ഉം തമ്മിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 54ലാണെങ്കിൽ കുറച്ച് ഡസ്റ്റും ആ ഒരു റെസിസ്റ്റന്റ് ഉണ്ട്, അതിനെ ഇതിലേക്ക് IPX4ലേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വാട്ടർ റെസിസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും അത്യാവശ്യം ഡ്രസ്സിലിങ്ങിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഇല്ല. ഒരു വർഷം നമുക്ക് ഇതിന് വാറന്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഞാൻ ഓൾറെഡി ബേസിക് ടച്ച് കൺട്രോൾസ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ ലേറ്റൻസി മോഡ് നമുക്ക് ഇതിനകത്തുണ്ട്. പക്ഷേ എത്ര MS-ന്റെ ലോ ലേറ്റൻസി ആണ് ഇതിലുള്ളതെന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങളൊരു നോർമൽ പ്ലെയർ ആണ്, അല്ലെങ്കിൽ കുറച്ച് പ്രോ അല്ല, ഭയങ്കര പ്രോ അല്ല, എന്നാൽ പോലും അത്യാവശ്യമൊക്കെ നിങ്ങൾ നല്ല രീതിക്ക്
കളിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കുമ്പോഴത്തേക്ക് ബാറ്റിൽ ഫീൽഡ് ഗ്രൗണ്ടും അതല്ല അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ നമുക്ക് നല്ല രീതിക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബാറ്റിൽ ഫീൽഡ് ഗ്രൗണ്ട് ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയിട്ട് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 80 അല്ലെങ്കിൽ 60 ഇതിനിടയ്ക്കായിരിക്കാം ഇതിന്റെ ലോ ലേറ്റൻസി മോഡ്. കൂടാതെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കിയില്ലെങ്കിൽ പോലും ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആ ഒരു പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. ലിപ്സിംഗ് ഒക്കെ തന്നെ നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5 hours കിട്ടുകയും ചെയ്യും. ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കുവാണെങ്കിൽ 5 hours എന്ന് പറഞ്ഞാൽ വീണ്ടും അങ്ങോട്ട് കുറയാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് റെഡ്മി ബഡ്സ് 3 ലൈറ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1499 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആര് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞാനും പറയും ഇതുപോലൊരു ബഡ് ടൈപ്പ് ഡിസൈൻ വേണം. കൂടാതെ മ്യൂസിക് ലവർ ആണ് എന്നാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ബേസ് വേണം, പക്ഷെ ഭയങ്കര ഡോമിനേറ്റ് ആയിട്ട് വേണ്ട. കൂടാതെ നിങ്ങൾ എപ്പോഴും കേൾക്കാറുള്ളത് 60 to 70% ആണ്. മാക്സിമം ഒരു 80% മുകളിൽ പാട്ട് കേൾക്കാറില്ല. അതുപോലെ തന്നെ മെലോഡിയസ് ആയിട്ടുള്ള സോങ്ങുകൾ, വോക്കൽ ഡോമിനേറ്റഡ് ഉള്ള സോങ്ങുകളാണ് കൂടുതലും കേൾക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ വേറൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കുന്ന അത്യാവശ്യം നല്ല ഗെയിമൊക്കെ കളിക്കുന്നവരാണെങ്കിലും, അതായത് പ്രോ പ്ലെയർ അല്ല, അല്ലാണ്ട് നോർമലി അത്യാവശ്യം നല്ല രീതിക്ക് ഗെയിം കളിക്കുന്നവരാണെങ്കിലും, കൂടാതെ ആ ഒരു മൈക്കോൾട്ട് നിങ്ങൾ കേട്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ വേറൊരു പ്രശ്നമില്ല. എന്നാൽ ഇതൊരു 1299 രൂപ അല്ലെങ്കിൽ 1399 രൂപ, 1399 വേണ്ട, ഒരു 1299 മാക്സിമം ഇതൊരു ഓഫറിൽ കിട്ടുന്നെങ്കിൽ കണ്ണും പൂട്ടി അങ്ങോട്ട് വാങ്ങിച്ചോളൂ. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആകും അല്ലെങ്കിൽ വർത്ത് ബൈങ് ആകും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്ത ഈ ഒരു റെഡ്മി ബഡ്സ് 3 ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ഡീപ് സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അങ്ങോട്ട് ഡീലും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ്. ജസ്റ്റ് അൺബോക്സ്ഡ് പ്രോഡക്റ്റുകളാണ്, ഞാൻ ഇതങ്ങോട്ട് കൂടുതലൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. നമ്മുടെ ചാനൽ നിങ്ങൾ എപ്പോഴും കാണുന്ന പോലെ ഞാനൊരു ഓവർവ്യൂസ് ആണ് പൊതുവെ പറയാറുള്ളതും. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ റെഡ്മി ബഡ്സ് 3 ലൈറ്റിനെ കുറിച്ചുള്ള ഏകദേശം ധാരണ ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടോ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.